CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് MLA സ്വീകരിക്കുന്നതെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു LDF മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം MLA നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ IAS മുൻപാകെയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. LDF ഷൊർണൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചെർപ്പുളശ്ശേരിയിൽ നടന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം MLA നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ IAS മുൻപാകെയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പത്രികാ സമർപ്പണം നടന്നത്. മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസിൽ നിന്നും 100 കണക്കിന് UDF പ്രവർത്തകർക്കൊപ്പം ആവേശകരമായ പ്രകടനമായാണ് അദ്ദേഹം സബ് കളക്ടർ ഓഫീസിലെത്തിയത്. മുദ്രാവാക്യങ്ങൾ വിളിച്ചും പതാകകൾ ഏന്തിയുമെത്തിയ പ്രവർത്തകർ സ്ഥാനാർത്ഥിക്ക് വലിയ വരവേൽപ്പാണ് നൽകിയത്. കഴിഞ്ഞ 5 വർഷക്കാലം പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വിപുലമായ വികസന പ്രവർത്തനങ്ങൾ വോട്ടർമാർ വിലയിരുത്തുമെന്ന് പത്രികാ സമർപ്പണത്തിന് ശേഷം നജീബ് കാന്തപുരം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDFന്റെ നേതാക്കളുടെയൊക്കെ കൂടെ ഞങ്ങളുടെ പ്രവർത്തകരായ കൂടെ ഒരുമിച്ചെത്തി നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. ഇനി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇന്നു മുതൽ ഞങ്ങളുടെ പ്രവർത്തനം UDFന്റെ കമ്മിറ്റി ആസൂത്രണം ചെയ്യുന്ന മുറക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും പെരിന്തൽമണ്ണ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തെ വിലയിരുത്തി തന്നെ ആയിരിക്കും വോട്ട് ചെയ്യുക എന്ന ഉറച്ച ബോധ്യമുണ്ട്. അപ്പം അതുകൊണ്ട് ജനങ്ങളെ സമീപിക്കുന്നതിൽ വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഈ കഴിഞ്ഞ കാലത്ത് എങ്ങനെയാണോ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചത് അതേപോലെ തുടർന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ഉണ്ടാകും എന്ന് മാത്രമാണ് പറയാനുള്ളത്. മണ്ഡലത്തിലെ ജനങ്ങളുമായുള്ള അടുത്ത ബന്ധവും വികസന തുടർച്ചയും തനിക്ക് വലിയ ഭൂരിപക്ഷം സമ്മാനിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 100% പാർട്ടിയോട് എനിക്ക് കടപ്പാടും നന്ദിയുണ്ട്. കാരണം ഒരിക്കൽ കൂടി പെരിന്തൽമണ്ണയിൽ തന്നെ എനിക്ക് അവസരം നൽകിയതിന് നന്ദിയുണ്ട്. വിജയപ്രതീക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല വിജയമുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് ജനങ്ങളുടെ പൾസ് പൂർണ്ണമായിട്ടും അറിയാം. ജനങ്ങൾ നൽകുന്ന പിന്തുണ അറിയാം, ജനങ്ങളുടെ സ്നേഹം അറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു നല്ല ഭൂരിപക്ഷത്തോടെ UDFന് വിജയിച്ചു കയറാൻ സാധിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് പെരിന്തൽമണ്ണ. അതെ, ഞങ്ങൾ എന്തായാലും പ്രചരണം അതിൻ്റെ മുറക്ക് UDF ആവിഷ്കരിക്കും. അത് നേതാക്കൾ അതിൻ്റെ നല്ല ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പൊതുപരിപാടികളുണ്ട്, അതുപോലെ താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരുടെ താല്പര്യങ്ങൾ കൂടി മുൻനിർത്തിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും ഉണ്ടാകും. അത് വളരെ കുറഞ്ഞ സമയമാണ്. പരമാവധി ആളുകളിലേക്ക് നേരിട്ടെത്തുക എന്നതായിരിക്കും ഞങ്ങളുടെ മുൻഗണന. CCN പെരിന്തൽമണ്ണ. LDF ഷൊർണൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചെർപ്പുളശ്ശേരിയിൽ നടന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 5 ലക്ഷം വീടുകളുടെ കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ച്
അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. 5 ലക്ഷം വീട്. ഒരു വീട്ടിൽ അച്ഛനും അമ്മയും 2 മക്കളും ഉണ്ടെങ്കിൽ 20 ലക്ഷം മനുഷ്യർക്ക് അടച്ചുറപ്പുള്ള ഒരു ഭവനം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? വി.ഡി. സതീശൻ പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് 10 വർഷം കൊണ്ട് 5 ലക്ഷം വീടുണ്ടാക്കിയതാണ്. ഞാൻ 2 ദിവസം വെറുതെ നവമാധ്യമത്തിലേക്ക് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് അത് ശരിയാണ് സതീശ, 10 വർഷം കൊണ്ടാണ് 5 ലക്ഷം വീടുണ്ടാക്കിയത്. അപ്പോൾ അതിന്റെ കണക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും 6 മിനിറ്റിൽ ഒരു വീടുണ്ടാക്കുന്ന സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ്. ഇടതുപക്ഷം ഭരിക്കുന്ന പിണറായി മുഖ്യമന്ത്രിയായ കേരളം എന്ന് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. 6 മിനിറ്റിൽ ഒരു വീട്. മുണ്ടക്കൈ ചൂരമല പ്രദേശത്ത് വലിയ ഉരുൾപൊട്ടലുണ്ടായി. 100 കണക്കിന് മനുഷ്യർ അവിടെ ജീവൻ നഷ്ടപ്പെട്ടു. വികസന തുടർച്ചയ്ക്കും ജനപക്ഷ രാഷ്ട്രീയത്തിനുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. പി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രമുഖ ഇടതുപക്ഷ നേതാക്കൾ സംബന്ധിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KS അലീഖ, മണ്ഡലം സെക്രട്ടറി K നന്ദകുമാർ, OK സൈതലവി, T സുനിൽ, P രാധാകൃഷ്ണൻ, KT മുഹമ്മദ് അലി, KB സുഭാഷ് എന്നിവർ സംസാരിച്ചു. മണ്ഡലത്തിലെ വികസന നേട്ടങ്ങളും ഭാവി പ്രവർത്തനങ്ങളും വ്യക്തമാക്കുന്ന ഷൊർണൂർ മണ്ഡലം പ്രകടന പത്രികയും പോസ്റ്ററും കൺവെൻഷനിൽ വെച്ച് പ്രകാശനം ചെയ്തു. CCN ചെർപ്പുളശ്ശേരി. ചെത്തല്ലൂർ പനംകുരിശി ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി ചൊവ്വാഴ്ച ആഘോഷിച്ചു. ഇത്തവണ ക്ഷേത്ര താന്ത്രിക ചടങ്ങുകളോടെ മാത്രമാണ് താലപ്പൊലി ആഘോഷം നടക്കുന്നത്. ക്ഷേത്ര ശ്രീകോവിൽ പുനർനിർമ്മാണവും നവീകരണ കലശവും പ്രവർത്തനം ആരംഭിച്ചതിനാലാണ് ഇത്തരമൊരു മാറ്റം എന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. താലപ്പൊലി ദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് അരിയേറ് ചടങ്ങുകൾ നടത്താനായി ആലിൻചുവട്ടിലേക്ക് എഴുന്നള്ളിപ്പുണ്ടായി. തട്ടകത്തിലെ നിരവധി പേർ പങ്കെടുത്തു. താലം, വെളിച്ചപ്പാട്, ചെണ്ടവാദ്യം എന്നിവയുടെ അകമ്പടിയിലായിരുന്നു പുറപ്പെട്ടത്. തുടർന്ന് ആലിൻചുവട്ടിൽ വെച്ച് ഭക്തരെ വെളിച്ചപ്പാട് അരിയെറിഞ്ഞു. തുടർന്ന് തിരിച്ചെഴുന്നള്ളിപ്പ്, ക്ഷേത്രപ്രദക്ഷിണവും ഉണ്ടായി. ബുധനാഴ്ച ക്ഷേത്രപാലകൻ പാട്ട് നടന്നു. 19-ന് വ്യാഴാഴ്ച ക്ഷേത്രപാലകൻ പ്രതിഷ്ഠാദിന ചടങ്ങ് നടക്കും. 16-ന് തിങ്കളാഴ്ച പാട്ടുഘോഷവും ഉണ്ടായി. CCN ചെത്തല്ലൂർ. മണ്ണാർക്കാട് മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് MLA സ്വീകരിക്കുന്നതെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു. LDF മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ഥാനാർത്ഥിത്വത്തിലും മണ്ണാർക്കാട് ഇനിയുള്ള ദിവസങ്ങളിൽ ഉരുണ്ടുകൂടുന്ന രാഷ്ട്രീയത്തെ, മണ്ണാർക്കാടിലെ രാഷ്ട്രീയത്തെ, അത് ഇവിടുത്തെ UDFന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളുണ്ട്.
അതിനെല്ലാം നമുക്ക് ഈ പ്രാവശ്യം നല്ല രൂപത്തിൽ തന്നെ അനുകൂലമാക്കിയാൽ ശക്തമായ ഭൂരിപക്ഷത്തോടു കൂടി കാര്യത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. അത് അർത്ഥമല്ല. ഞാനിപ്പോ ഒന്നുകൂടി പറയാം. സഖാവ് KP സുരേഷ് രാജ് ഇവിടെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3300 ചില്ല നോട്ടിനാണ് തോറ്റത്. അപ്പൊ ഞാൻ തിരുത്തി നിങ്ങൾക്ക് ഓർമ്മിക്കാതെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തെറ്റിപ്പറഞ്ഞ നിങ്ങളുടെയും ഓർമ്മയുണ്ടാകണല്ലോ. മണ്ണാർക്കാട്ടുകാർക്ക് ഓർമ്മയുണ്ടായിരുന്നു. 5000 ചില്ല നോട്ട് പറഞ്ഞ് 2000 നോട്ട് മാറിയില്ലേ? മറിഞ്ഞാ പോയില്ലേ? ഇല്ലേ? പിന്നെ കഴിഞ്ഞ തവണ കൈകാര്യം ചെയ്താൽ UDF കൂടെ ആയതുകൊണ്ട് നമുക്ക് പറ്റിക്കണമില്ല. പറ്റിക്കണമിപ്പോ നമ്മുടെ മുന്നണിക്കകത്തില്ല. മനസ്സിലായല്ലോ? ആളുകൾ പിടികിട്ടിയൊക്കെ അപ്പൊ 5000 നോട്ട് അന്നേ മാറ്റായിരുന്നു. പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനത്തിൽ നമ്മളെയൊക്കെ പറ്റിക്കാൻ സാമർഥ്യത്തിലാണ് നേതൃത്വം കൊടുത്തത് കൊണ്ടാണ് ഈ മണ്ഡലം പറ്റിക്കപ്പെട്ടത്. അപ്പോ ഇപ്പൊ ആ ശല്യമില്ല. ആ ശല്യം തീർന്നു. ഇനി നമുക്ക് വേണ്ടത് ഈ മണ്ഡലത്തിൽ നിലവിൽ ഇന്നും ഏപ്രിൽ 9-ാം തീയതി വരെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന അനുനിമിഷമുണ്ടാകുന്ന മാറ്റങ്ങളെ വളരെ കൃത്യതയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ നമുക്ക് വിജയസാധ്യതയുള്ളതാക്കി മാറ്റിയാൽ ഈ 5000 വോട്ടല്ല 5000-ൽ കൂടുതൽ വോട്ടിന് അരിവാളും കടലിലും മനസ്സിൽ ബക്കറുടെ വിജയിച്ചിരിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുന്നില്ല. കേരള സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾക്ക് ചുവട്ടിൽ സ്വന്തം പേര് വെച്ച് MLA ക്രെഡിറ്റ് എടുക്കുകയാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മുള്ളി റോഡിന്റെ കാര്യത്തിലും ഇതേ അവകാശവാദം ആവർത്തിക്കുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2500 വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മണ്ണാർക്കാട് LDF-ന് വിജയിക്കാമായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എല്ലാ കമ്പിക്കാരിലും വിളക്ക് കമ്പിക്കാരിൽ വില പറയുക കുറച്ചുകൂടി പരിഷ്കരിച്ചാൽ ഇലക്ട്രിസിറ്റി പോസ്റ്റ് എല്ലാവരെയും വിളിച്ചു. ഇനി ഏതെങ്കിലും കവല എത്തിയാലോ അവിടെ എന്തുണ്ട്? നിങ്ങളുടെ നാടൻ തന്നെ വരട്ടെ. പക്ഷെ അതിന്റെ ചോട്ടിൽ പേരെഴുതി വെച്ചിട്ടുണ്ട് ഷംസുദ്ദീൻ MLA. പണം കേരള സർക്കാരിന്റെ ആണോ? ഇല്ലയോ? ഇല്ലേ? വെറുതെ ഒരു ഭാഗം വിളിച്ചിട്ടുണ്ട് അട്ടപ്പാടി കൂട്ടിക്കുള്ള പേര് പറഞ്ഞു ചിന്നത്തടാകം. എനിക്ക് തോന്നുന്നു നല്ല കിഫ്ബി ഫണ്ടാണ്. മുള്ളി റോഡ് കിഫ്ബി റോഡാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ആ ഒരു ചെക്ക് പോസ്റ്റ് തമിഴ്നാട്ടുകാരെ അയച്ചപ്പോ അത് തുറക്കണം ആവശ്യപ്പെട്ട് ഒരു സമരം നടത്തിയപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ പോയി. നല്ല റോഡാണ്, അതിഗംഭീര റോഡാണ്. പുള്ളിക്കാരൻ വേണ്ടത് ഞാനാണ് ഈ നാട്ടിൽ ഞാൻ വല്ലാതെ ശ്രമിച്ചിട്ട് ഈ കിഫ്ബിനെ കേരളത്തിലെ UDF എതിർത്തത്. ഞങ്ങൾ വന്നാൽ കിഫ്ബി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞവരല്ലേ UDF. ഞങ്ങൾ വന്നാൽ ലൈഫ് മിഷൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞവരല്ലേ UDF. ആ ലൈഫ് മിഷനല്ലേ 10 വർഷക്കാലം കൊണ്ട് 5 ലക്ഷം മനുഷ്യർക്ക് ഭവനം കൊടുത്തത്. ചിലർ നമ്മളെ വഞ്ചിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPI സംസ്ഥാന കൌൺസിൽ അംഗം KP സുരേഷ് രാജ് ചടങ്ങിൽ സംസാരിക്കവേ MV ഗോവിന്ദൻ നയിച്ച ജാഥയിൽ മൻസിൽ അബൂബക്കർ പങ്കെടുത്തതിനെ പരാമർശിച്ചു. കണ്ണങ്കുണ്ട് പാലം മുതൽ അട്ടപ്പാടിയിലെ പ്രശ്നങ്ങൾ വരെ 15 മിനിറ്റോളം നീണ്ട അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധേയമായിരുന്നുവെന്നും അത് രാഷ്ട്രീയമായി അടയാളപ്പെടുത്തപ്പെട്ട ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. ജാഥ നമ്മുടെ ജില്ലയിലൂടെ വന്നപ്പോൾ ആ ജാഥയിൽ പ്രധാനപ്പെട്ട പൗരപ്രമുഖന്മാരെ വിളിച്ചിട്ടുള്ള ഒരു മീറ്റിംഗ് എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ഷൊർണൂരിൽ വെച്ച് പൗരപ്രമുഖന്മാരുടെ യോഗത്തിൽ മനസ്സിലാക്കുവതും അവിടെ ക്ഷണിതാവായി വന്നിരുന്നു. അവിടെ നിരവധി ആളുകൾ നിരവധി പ്രശ്നങ്ങളെ കുറിച്ച് അവിടെ സംസാരിച്ചു. ഞങ്ങളൊക്കെ കാഴ്ചക്കാരായി ഞാനും സുരേഷ് ബാബും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കുമ്പോൾ അവിടെ ഒരു പ്രസംഗം നടത്തി. ഞങ്ങളത് ശ്രദ്ധയോടുകൂടി കേട്ടു. കണ്ണങ്കുണ്ട് പാലം തൊട്ട് അട്ടപ്പാടിയിലെ മനയിലെ വിഷയങ്ങൾ വരെ ഏതാണ്ട് 10-15 മിനിറ്റ് സമയമെടുത്ത്
ഗോവിന്ദ ഭാഷ മുമ്പാകെ നന്നായി അദ്ദേഹം അവതരിപ്പിക്കുന്നത് കണ്ടപ്പോ അവിടെ മാറ്റി വെച്ചു. യഥാർത്ഥത്തിലുള്ള ജനകീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കെൽപ്പുള്ള, ഈ നാട്ടിലെ ജനങ്ങളെ നേരിട്ടറിയുന്ന, നാട്ടിലെ ജനകീയ പ്രശ്നങ്ങൾ തൊട്ടറിഞ്ഞിട്ടുള്ള, നാട്ടിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായിട്ട് നിരന്തരം ബന്ധമുള്ള ഒരാളെയാണ് ഇത്തവണ ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുകയും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ആവശ്യമായുള്ള പ്രവർത്തനങ്ങൾ. മണ്ണാർക്കാട് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം കെ പി സുരേഷ് രാജ് നിർവഹിച്ചു. UT രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണികണ്ഠൻ പൊറ്റശ്ശേരി സ്വാഗതം പറഞ്ഞു. സുമലത മോഹൻദാസ്, അഡ്വക്കേറ്റ് ജോസ് ജോസഫ്, ജോസ് ബേബി, സദക്കത്തുള്ള പടലത്ത്, KV അമീർ, TK സുബ്രഹ്മണ്യൻ, D രവി, CP ബാബു, P ശിവദാസൻ, ഷൌക്കത്ത് അലി കുളപ്പാടം, പ്രവീൺ, C രാധാകൃഷ്ണൻ, P നൌഷാദ്, പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. P കബീർ നന്ദിയും പറഞ്ഞു. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് നഗരത്തെ ഇളക്കി മറിച്ച് LDF സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ. നിരവധി പ്രവർത്തകരാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത്. മണ്ണാർക്കാട് കുന്തിപ്പുഴ മുതൽ പോലീസ് സ്റ്റേഷൻ പരിസരം വരെയാണ് റോഡ് ഷോ നടത്തിയത്. CCN മണ്ണാർക്കാട്. മലപ്പുറം മണ്ഡലം UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. രാവിലെ മലപ്പുറത്തെ CH സെന്റർ, ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ സന്ദർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പര്യടനം ആരംഭിച്ചത്. രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം തന്നെ ചേർത്തു പിടിക്കേണ്ടതാണ് കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ശേഷം മലപ്പുറം ഖായിദെ മില്ലത്ത് സെന്ററിൽ നടന്ന മലപ്പുറം മണ്ഡലം UDF നേതൃയോഗത്തിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിലെ പ്രചാരണ തന്ത്രങ്ങളും പ്രവർത്തനങ്ങളുടെ ഏകോപനവും യോഗം വിശദമായി ചർച്ച ചെയ്തു. പ്രമുഖ UDF നേതാക്കളും പ്രവർത്തകരും യോഗത്തിൽ സംബന്ധിച്ചു. CCN മലപ്പുറം. വർഷങ്ങൾക്കിപ്പുറം അവർ വീണ്ടും വിദ്യാലയ തിരുമുറ്റത്ത് ഒത്തുകൂടി. വെള്ളിനേഴി കുറ്റാനശ്ശേരി AUP സ്കൂളിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. സ്കൂളിലെ പൂർവ്വ അധ്യാപിക നാരായണിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു 1942 മുതൽ കുറ്റാനശ്ശേരി AUP സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒത്തുകൂടിയത്. മിണ്ടിയും പറഞ്ഞും പരിചയപ്പെട്ടും വർഷങ്ങൾക്കിപ്പുറം കണ്ടുമുട്ടിയതിന്റെ സന്തോഷവുമെല്ലാം നവ്യാനുഭവമായി. സ്കൂളിലെ പൂർവ്വ അധ്യാപിക നാരായണിക്കുട്ടി സംഗമം ഉദ്ഘാടനം ചെയ്തു.
പോയിട്ടുണ്ടാവും. ഇതിൽ കുറെ പേരെങ്കിലും, എല്ലാവരും എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, കുറെ പേരെങ്കിലും എൻ്റെ മുന്നിൽ കൂടി പല കുസൃതികളും കാണിച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ കൂടി പോയത് എനിക്ക് വളരെയധികം ഓർമ്മയുണ്ട്. എല്ലാവരെയും ഇപ്പോൾ കണ്ട പേരെടുത്ത് പറയാൻ സാധിക്കുന്നില്ല. ഞാൻ കുറച്ച് മുമ്പേ ആ വിഷമം അനുഭവിച്ചതാണ്. ഇങ്ങോട്ട് പേര് പറഞ്ഞാലോ വീട്ടുപേര് പറഞ്ഞാലോ എനിക്ക് എല്ലാവരെയും വളരെ പരിചയം തോന്നുന്നതാണ്. അങ്ങനെ ഇപ്പോ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് എന്റെ ഈ വർത്തമാനമൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്ന് എനിക്കറിയാം. പഴയകാല ചരിത്രങ്ങളത്ര സുഖമുള്ളതൊന്നുമല്ല. അത് ഒരു 20 കൊല്ലം കാലം ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും വിദ്യാഭ്യാസം വളരെ വിലയുള്ള സംഭവമായി മാറി. അധ്യാപകർക്കും തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിന് പൂർവ്വ വിദ്യാർത്ഥി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. സ്കൂൾ HM രാജലക്ഷ്മി അധ്യക്ഷയായി. മാനേജർ മുരളി വളാംകുളം സ്നേഹസന്ദേശം കൈമാറി. ചടങ്ങിൽ സ്കൂളിലെ നിർധന വിദ്യാർത്ഥികൾക്ക് വീട് വെച്ചു നൽകുന്നതിന്റെ പ്രഖ്യാപനവും നടന്നു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് മെമ്പർ PD ഗിരീഷ് കുമാർ, മുൻ മാനേജർ പാറക്കോട്ടിൽ വിജയൻ, പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ റാമോഹൻ, PTA പ്രസിഡന്റ് അബ്ദുൽ അസീസ്, മുൻ PTA പ്രസിഡന്റ് ഷഹീർ അലി നറുക്കോട് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് സ്കൂളിലെ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു. കാലഘട്ടത്തിനനുസരിച്ച് സ്കൂളിൽ വന്ന മാറ്റം പ്രശംസനീയമാണെന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു. 63-ലൊക്കെ ആയിട്ട് സ്കൂൾ തുടങ്ങിയ കാലത്ത് എൻ്റെ അച്ഛൻ ഇവിടുത്തെ മാഷായിരുന്നു. അന്നൊക്കെ ഞാൻ ഇവിടുത്തെ സ്റ്റുഡൻ്റാണ്. അത് നല്ല നിലയ്ക്കുള്ള സാധനം. ഇന്ന് പല ആൾക്കാരെ കണ്ടു ഞാനൊക്കെ സന്തോഷം സ്വീകരിക്കാനും പറ്റി. കുറെ ആൾക്കാർക്ക് നമുക്ക് കണ്ടാൽ അറിയില്ല, പക്ഷെ എങ്കിലും വല്ല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ എല്ലാവർക്കും അറിയും. എല്ലാവരും ഫേസ് കട്ടൊക്കെ എല്ലാവരും ഒരുമാതിരി ആവില്ല, മാറ്റം ഉണ്ടാവില്ലേ. എങ്കിലും വല്ല വളരെയധികം ഹാപ്പിയിലാണ് ഞാൻ. എന്തായാലും മനസ്സിലായത് കാരണം ഈ സ്കൂൾ ഇങ്ങനെ ആവുന്നതിന് മുമ്പേ പഴയ ബിൽഡിങ്ങിലാണ് ഞാൻ പഠിച്ചത്. ഇതൊക്കെ പിന്നെ പുതിയ ബിൽഡിങ്ങായിട്ട് വന്നതാണ്. അന്ന് പഠിച്ച സമയത്തുള്ള സ്കൂളും കാര്യങ്ങളൊന്നുമല്ല. എങ്കിലും വല്ല ആ അറ്റ്മോസ്ഫിയർ, ആ സ്ഥലം നമ്മൾ വ്യത്യാസം വന്നില്ല. എന്തായാലും അത് ഞാൻ വളരെ ഹാപ്പിയാണ്. ചടങ്ങിന് സ്റ്റാഫ് പ്രതിനിധി K. ശോഭന നന്ദിയും പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. ഇന്നലെയാണ് ഒരു PTA പ്രസിഡന്റും ഇപ്പോഴത്തെ PTA പ്രസിഡന്റും രാത്രിയാണ് വിവരം എന്നെ അറിയിച്ചത്. രാത്രി ഞാൻ നമ്മുടെ വിദ്യാർത്ഥി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞോടുകൂടെ നമ്മളെന്തായാലും വൈകിട്ട് ചെത്തല്ലൂര് പ്രദേശത്താണ് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളാണ്. ആ വീട്ടിലെ അവസ്ഥ വളരെ മോശം. അതിൽ പരമാവധി സഹായ സഹകരണങ്ങൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള രീതിയിൽ ഇങ്ങനെ സഹായിക്കണമെങ്കിലും സഹായിച്ച് കുട്ടിക്ക് നല്ലൊരു ഭവനം എത്രയും പെട്ടെന്ന് നിർമ്മിച്ചു കൊടുക്കണം എന്നൊരു ആലോചന പെട്ടെന്നുണ്ടായ കാത്തിരിപ്പോടുണ്ടായിരുന്നു. അതൊന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടി അറിയിക്കാം. അതിനൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആ ഒരു പരിപാടി നടത്തണമെന്ന് വലിയ മോഹം ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനോട് എല്ലാവരും സഹകരിച്ചു പോകണം മാത്രം അഭ്യർത്ഥിച്ചു. CCN പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് തൃപ്പുതാംപുഴ മഹാദേവ ക്ഷേത്രത്തിൽ നിർമ്മിച്ച പ്രദക്ഷിണ വഴിയും ദീപസ്തംഭവും ക്ഷേത്രത്തിന് സമർപ്പിച്ചു. ക്ഷേത്ര മേൽശാന്തി കൃഷ്ണൻ എമ്പ്രാന്തിരി ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബുധനാഴ്ച വൈകുന്നേരം നടന്ന ചടങ്ങിൽ കണമല സൂപ്പിൻ, തൃപ്പുതാംപുഴ വാര്യത്ത് കുടുംബങ്ങൾ എന്നിവരാണ് ഇവ സമ്പൂർണ്ണ സമർപ്പണമായി ക്ഷേത്രത്തിന് കൈമാറിയത്. ക്ഷേത്ര മേൽശാന്തി കൃഷ്ണൻ എമ്പ്രാന്തിരി ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഭക്തർ നൽകുന്ന സജീവമായ പങ്കാളിത്തം വലിയ ആവേശമാണ് നൽകുന്നതെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പങ്കജാക്ഷൻ പറഞ്ഞു. ഇവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവരെ കൂടി അറിയിക്കാനൊരു കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ നമ്മൾ ഇവിടെ കൂടി ഇത്ര ആളുകൾക്ക് അറിയുള്ളൂ. നാളെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഈ സമർപ്പണം നടത്തിയ ആളുകളൊക്കെ നമ്മൾ അറിയണം. ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ കുറേ ആളുകൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തെന്നു എന്നറിയണം. അതിനും കൂടിയും വേണ്ടിയിട്ടാണ് അവർ ഒരിക്കലും ഒരാളുടെ പേരറിയണിച്ചിട്ടോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടായിരിക്കില്ല നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോൾ പറയാം ഞങ്ങളത് ചെയ്താണ്, ഞങ്ങളുടെ ആ പേര് വെച്ചില്ല. ചിലവർ ഞങ്ങളുടെ ഈ പേര് വെച്ചില്ല എന്നൊക്കെ പറയും. പക്ഷേ ഈ പേര് വയ്ക്കുക എന്ന് നമ്മൾ പറയുന്നത് ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ടല്ല, അവർ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല. പക്ഷെ മറ്റുള്ളവരത് കാണണം. എനിക്കും ഇതുപോലെ ആവായിരുന്നു.
ഈ ക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു. അദ്ദേഹം അത് ചെയ്തപ്പോൾ അദ്ദേഹത്തെക്കാട്ടിലും കൂടുതൽ ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവർക്കൊരു മനസ്സുണ്ടാവണ്ടേ? ആ മനസ്സുണ്ടാവാൻ വേണ്ടിയിട്ടെങ്കിലും ഇതൊക്കെ ഒരു കാരണമാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ് തന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ക്ഷേത്ര വികസന പ്രവർത്തനങ്ങളിൽ സാമ്പത്തികമായും അല്ലാതെയും നിരന്തരം പിന്തുണ നൽകുന്ന വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. ശിവനിവാസിൽ പാർവതി അമ്മ, പ്രദക്ഷിണ വഴി സമർപ്പിച്ച കണമല സുകുമാരൻ, ദീപസ്തംഭം സമർപ്പിച്ച രാഘവ വാര്യർ എന്നിവരെ എക്സിക്യൂട്ടീവ് ഓഫീസർ പൊന്നാട അണിയിക്കുകയും സ്നേഹോപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. എരുമടത്തിൽ പ്രകാശൻ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് MLA സ്വീകരിക്കുന്നതെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. LDF മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി രജീബ് കാന്തപുരം MLA നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ IAS മുൻപാകെയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. LDF ഷൊർണൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചെർപ്പുളശ്ശേരിയിൽ നടന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.